ബി.ജെ.പി ഇത്തവണ കേരളത്തിൽ വലിയ ചില ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു. പി.സി. ജോർജിന് പിന്നാലെ പത്മജ വേണുഗോപാൽ എത്തുന്നു. അത് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മറ്റു വലിയ ചലനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, ബി.ജെ.പി അവരുടെ 4 മണ്ഡലങ്ങൾ, അതായത് 12 സീറ്റുകൾ അവർ പ്രഖ്യാപിച്ചു. 4 മണ്ഡലങ്ങൾ അവർ ഒഴിച്ചിട്ടിരിക്കുന്നു. 4 മണ്ഡലങ്ങൾ BDJS-നാണ് കൊടുത്തത്. ഏതായാലും കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കില്ല ഉടൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന പ്രമുഖരായ നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൊല്ലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനെ ആയിരിക്കും മത്സരിപ്പിക്കുക എന്നാണ് വരുന്ന വിവരം. ഈ നേതാവുമായി വളരെ കാലമായിട്ട് BJP ചർച്ചയിലായിരുന്നു. ഈ നേതാവ് വരികയാണെങ്കിൽ ഈ നേതാവിനെ കൊല്ലത്ത് മത്സരിപ്പിക്കും. ഇതിൻ്റെ ഗുണം തിരുവനന്തപുരത്ത് BJPക്ക് ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു. ഒപ്പം തന്നെ CPM-ൻ്റെ CPI-യുടെ നേതാക്കളുമായിട്ട് ചർച്ച നടന്നു. അതിൽ CPI-യുടെ ഒരു നേതാവ് BDJS-ലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു നീക്കമായിരിക്കും നടത്തുന്നത്. കാരണം ഈ BJP-യിലേക്ക് ഡയറക്റ്റ് വരാൻ കഴിയാത്തവരെ BJP BDJS-ലേക്ക് എത്തിക്കുകയും പിന്നീട് അവരെ BJP-യിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു തന്ത്രമാണ്. ഈ മാവേലിക്കരയിലെ BDJS സ്ഥാനാർത്ഥി അത്തരത്തിൽ വന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും CPI-യുടെ ഒരു പ്രമുഖ നേതാവിനെ ചില സാമുദായിക സംഘടനകൾ വഴി നടത്തിയ ചർച്ച വിജയകരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നേതാവിനെ BDJS-ൽ എത്തിച്ചുകൊണ്ട് ഒരു നീക്കം BJP നടത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ എറണാകുളത്ത് കേരള കോൺഗ്രസ് ഒരു പ്രമുഖ നേതാവിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനെ മാത്രമല്ല UDF-ൻ്റെ ഘടകകക്ഷികൾ ചിലരെ കൂടി ഈ ചർച്ചകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുമായി നടത്തുന്ന ചർച്ചകൾ അവരെ BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കം കേന്ദ്ര BJP നേതൃത്വം നേരിട്ട് തന്നെ നടത്തി വരികയായിരുന്നു. ഏതായാലും ഈ 4 സീറ്റുകൾ അതൊരു അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ആരാണ് സ്ഥാനാർത്ഥികളായി വരുന്നതെന്ന് സംസ്ഥാന നേതൃത്വത്തിനും വലിയ പിടിയില്ല. കാരണം കേന്ദ്ര നേതൃത്വം ആരൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നതിനെക്കുറിച്ചും ഒരു സൂചനയും മറ്റും സംസ്ഥാന നേതൃത്വത്തിനുമില്ല. ഏതായാലും ഈ 4 സീറ്റുകളിൽ എന്ത് സംഭവിക്കും, ഇല്ലെങ്കിൽ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി? കാരണം ഈ 4 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ BJP സംബന്ധിച്ച് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളൊന്നും തന്നെയല്ല, അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളുമല്ല. പക്ഷേ അവിടെ മറ്റു പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെ എത്തിക്കുന്നതിലൂടെ വ്യക്തമായ സന്ദേശം മറ്റു പാർട്ടികൾക്ക് നൽകുക, BJPക്ക് കൂടുതൽ ഹൈപ്പും മൈലേജും നൽകുക എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.